കഥയിലേക്ക് സ്വാഗതം. ജിത്തു ചേട്ടൻ പറയുന്ന ഒരു കഥ നമുക്കിന്ന് കേൾക്കാം. ബുദ്ധിമാനായ കാക്ക. ഈ കഥ നമ്മൾ സ്കൂളിലോ പുസ്തകങ്ങളിലോ നമ്മുടെ അച്ഛനമ്മ പറഞ്ഞോ കേട്ടിട്ടുണ്ടാവും. എങ്കിലും ഈ കഥ കഥയിലൂടെയും നിങ്ങൾക്ക് കേൾക്കാം. കഥ തുടങ്ങുന്നു. നമസ്കാരം കൂട്ടുകാരെ. കൂട്ടുകാർ ബുദ്ധിമാനായ കാക്കയുടെ കഥ കേട്ടിട്ടുണ്ടോ? പണ്ടൊരിടത്ത് ഒരു മിടുക്കനായ കാക്കയുണ്ടായിരുന്നു. അവൻ ദിവസവും പറന്ന് നടന്ന് തനിക്ക് ആവശ്യമുള്ള ഭക്ഷണം കണ്ടെത്തി കഴിച്ചിരുന്നു. ഒരു ദിവസം ഭക്ഷണം അന്വേഷിച്ച് അവൻ ഇങ്ങനെ പറന്നു നടക്കുമ്പോൾ അതിയായ ദാഹം തോന്നി. അവൻ ആകുന്നത് നോക്കി അവിടെ എവിടെയെങ്കിലും വെള്ളമുണ്ടോ കുടിക്കാനായി എന്ന്. കഷ്ടമെന്ന് പറയട്ടെ, അവൻ എങ്ങും വെള്ളം കണ്ടില്ല. ദാഹിച്ച് വലഞ്ഞ് അവൻ പറന്ന് നടന്നു നോക്കി. എവിടെയെങ്കിലും ഇച്ചിരി വെള്ളം കിട്ടിയിരുന്നെങ്കിൽ അവൻ്റെ ദാഹമൊന്നു മാറ്റാമായിരുന്നു. അങ്ങനെ പറന്ന് നടന്നു നോക്കുമ്പോൾ അവൻ അങ്ങ് അകലെ ഒരു കുടം കണ്ടു. പെട്ടെന്ന് സന്തോഷത്തോടുകൂടി കാക്ക അങ്ങോട്ട് പറന്നു. അവിടെ ഒരു കുടമുണ്ട്, അതിലെന്താണെങ്കിലും വെള്ളം കാണാതിരിക്കില്ല. അവൻ പറന്ന് കുടത്തിനരികിലെത്തി. കഷ്ടമെന്ന് പറയട്ടെ, അവൻ ആ കുടത്തിലേക്ക് തലയിട്ട് നോക്കിയപ്പോൾ കുടത്തിന്റെ അടിഭാഗത്ത് കുറച്ച് വെള്ളമുള്ളതായി അവൻ കണ്ടു. അവന് സന്തോഷവും സങ്കടവും ഒരുമിച്ച് തോന്നി. എന്തുകൊണ്ടാണെന്നോ കൂട്ടുകാരെ, അവൻ തലയെ ആ കുടത്തിനകത്തേക്ക് ഇട്ട് നോക്കി. ആ വെള്ളം അവന് എത്താവുന്നതിലും ഒത്തിരി അകലത്തിലായിരുന്നു. അവൻ ആ വെള്ളം കുടിക്കാൻ പറ്റിയില്ല. അവൻ സങ്കടത്തോടെ പുറത്തേക്ക് നോക്കി. ഇനിയും വെള്ളം കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് എങ്ങനെയെങ്കിലും ഈ വെള്ളം കുടിച്ചേ പറ്റത്തുള്ളൂ. എൻ്റെ ദാഹം മാറ്റിയേ പറ്റൂ. എന്താണൊരു ഉപായം? പെട്ടെന്ന് അവനൊരു ബുദ്ധി തോന്നി. അവൻ പറന്ന് അടുത്തുണ്ടായിരുന്ന ചെറിയ ഉരുളൻ പാറക്കല്ലുകൾ കൊത്തിയെടുത്ത് ആ കുടത്തിലിട്ടു. കൂട്ടുകാരെ, എന്ത് സംഭവിച്ചു? ഓരോ പാറക്കല്ലുകളും കുടത്തിൽ വീഴുന്നതനുസരിച്ച് കുടത്തിൽ നിന്ന് വെള്ളം പതുക്കെ ഉയർന്നു വന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഓരോ പാറക്കല്ലുകളിട്ട് പയ്യെ വെള്ളം ഉയർന്നു വന്നപ്പോൾ കാക്കയ്ക്ക് വെള്ളം കുടിക്കാവുന്ന അത്രയും ഉയരത്തിലെത്തി. അവൻ പതുക്കെ ആ വെള്ളം കുടിച്ചു. എന്നിട്ട് സന്തോഷത്തോടെ പറന്നുപോയി. കൂട്ടുകാർക്ക് എന്ത് മനസ്സിലായി കഥയിൽ നിന്ന്? ബുദ്ധിയുണ്ടെങ്കിൽ മാർഗവുമുണ്ട്. ബുദ്ധിമാനായ കാക്കയുടെ ഈ കഥയില്ലാതെ ഏത് കഥാപുസ്തകമാണുള്ളത്? കഥയിലൂടെ ഇത് വന്നപ്പോൾ അതും പൂർണ്ണമായി. കൂട്ടുകാർക്ക് കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടേതായ കഥകളുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യുക. ഞങ്ങൾ അത് കഥയിലൂടെ കേൾപ്പിക്കുന്നതാണ്. ജിത്തു ഈ കഥ കഥയിലേക്ക് അയച്ചു തന്നു. ഞങ്ങൾ കഥ വഴി കേൾപ്പിക്കുന്ന ഒരു കഥയാണ്. അടുത്ത കഥ വരെ നന്ദി, നമസ്കാരം.